ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ, ഇന്നെന്തായാലും കുഞ്ഞിനെയും കൊണ്ട് നമുക്കൊന്ന് കമലേശ്വരം വരെ പോയിട്ട് വന്നാലോ, അവിടുത്തെ ആ വീടും പരിസരമൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കണ്ണേട്ടാന്ന് പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ അപ്പോഴാണ് അനന്തു അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ രണ്ടാവരും കൂടെ പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ലടാ എന്ന് കണ്ണൻ മറുപടി നൽകുന്നുണ്ട്. അതിനുശേഷം മഹി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കമലേശ്വരം വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരുപാട് സങ്കടം തോന്നില്ലേ? എന്തായാലും ഓണം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പോകണോ മഹി കുഞ്ഞിനെയും കൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ പെട്ടെന്നൊരു പോക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അനന്തു ആണെങ്കിൽ. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അവൾക്ക് അമ്മയെയും പിന്നെ കുഞ്ഞിനെ അമ്മയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെ കാണാനുള്ള അനുവാദമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്ര നാളായി അവൾ ഇവിടെ തന്നെ നിൽക്കുന്നു, ഒന്ന് ഞങ്ങൾ വീട് വരെയൊക്കെ പോയിട്ട് നാളെ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട് അനന്തുവിനോടാണെങ്കിൽ. അപ്പോഴേക്കും ലേഖയാണെ പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പറ്റിക്കുകയാണോ? ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര ഇഷ്ടം? അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, കണ്ണ നീ ഇവള് പറയുന്നൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, അവളുടെ സങ്കടം നിനക്കറിയാലോ, അവൾ എന്തൊക്കെയോ മണ്ടത്തരമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കിട്ടിയ അന്നു മുതൽ തുടങ്ങിയതാണ് അവളുടെ ഓരോ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കുഞ്ഞില്ലാതെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടോ, അവൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലേഖയാണെങ്കിൽ മനസ്സോടെ കുഞ്ഞിനെയാണെങ്കിൽ മഹിയുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മഹിയോടാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തായാലും ശ്രദ്ധിച്ചു കൊണ്ടുപോകണേ, അവിടെ കരുണയൊക്കെ ഉള്ളതാണ്, അവൾ നിൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവൾ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ആ അമ്മയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരെ നീ സൂക്ഷിക്കണം, കുഞ്ഞിനെ എപ്പോഴും നീ അടുത്ത് വെക്കണം, അല്ലാതെ നീ ബാക്കിയുള്ളവരുടെ കപടമായ സ്നേഹം വിശ്വസിച്ച് കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോകാനൊന്നും പാടില്ല മഹി. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മഹി? എന്തായാലും കാര്യങ്ങളൊക്കെ നിൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും, പക്ഷെങ്കിൽ ഞാനിങ്ങനെ അവളെങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നതാണ് മഹി, അല്ലാതെ നീ വേറൊന്നും വിചാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ലേഖയാണെങ്കിൽ. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ഞാനൊന്നും വിചാരിക്കുന്നില്ല ലേഖയെ, നിനക്കുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും നാളെ തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി പോവാണല്ലോ കണ്ണേട്ടൻ്റെ കൂടെ ഓഫീസിൽ, അപ്പോൾ മുഴുവനായിട്ട് അമ്മയും പെറ്റമ്മയും പൊറ്റമ്മയൊക്കെ നിനക്ക് തന്നെ ആവാലോ ലേഖയെ, അതുകൊണ്ട് നീ അത് ആലോചിച്ച് പേടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലേഖയോട് മഹിയാണെങ്കിൽ. അതിനുശേഷം നമ്മുടെ ലേഖയാണെ പറയുന്നുണ്ട്, എന്നാൽ ശരി നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ, എത്രയും പെട്ടെന്ന് തന്നെ വരണേ, എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും കഴിയുന്നില്ല എന്നൊക്കെ ലേഖ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് തന്നെ വരണം, അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലേഖയാണെങ്കിൽ ഇങ്ങനെ വിഷമത്തോടെ കുഞ്ഞ് പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അനന്തമാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആവരുത് ലേഖയെ, അത് അവരുടെ കുഞ്ഞാണ്, അവരായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ തരുന്നത്, പക്ഷെങ്കിൽ നമ്മളത് മുതലെടുക്കുകയാണ്, നീ എന്താ അത് നമ്മുടെ കുഞ്ഞല്ലാന്ന് മനസ്സിലാക്കാത്തത്? എന്തായാലും അവർ ഈ ഓണം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും, എപ്പോഴും കണ്ണിനും മഹിക്കും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അത് നീ എന്താ മനസ്സിലാക്കാത്തതില്ലെങ്കിൽ? നിനക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു, നമ്മുടെ കുഞ്ഞ് അല്ല, അത് നീലാംബരി നമ്മുടെ കണ്ണൻ്റെയും മഹിയുടെയും കുഞ്ഞാണ്, അതൊരിക്കലും നമ്മുടെ കുഞ്ഞാവില്ല. നീ ശരിയായിരിക്കാം, അവളുടെ പോറ്റമ്മയായിരിക്കാം, പക്ഷെങ്കിൽ നിൻ്റെ കുഞ്ഞാവാൻ അവൾക്കൊരിക്കലും കഴിയില്ല, അവളെ പെറ്റൊരമ്മയുണ്ട്, അതുകൊണ്ട് അവൾ നിന്നേക്കാളും സ്നേഹിക്കുക അവളെ തന്നെയായിരിക്കും, അതൊക്കെ നീ മനസ്സിലാക്കണം. എന്തായാലും നിനക്കൊരമ്മയാവാൻ കഴിയും, അത് തീർച്ചയാണ്, നമുക്ക് കാത്തിരിക്കാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെന്നൊക്കെ അനന്തുവാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്. ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദുർഗയും കരുണയാണെങ്കിൽ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന കരുണയെ കണ്ടിട്ട് നമ്മുടെ ദുർഗയ്ക്ക് അതൊന്നും അത്ര പിടിച്ചിട്ടില്ല. എന്താടി എൻ്റെ പേരക്കുട്ടി മരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ നീ അതിരാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി പൂജാമുറിലൊക്കെ കയറിയിരിക്കുന്നത്? എന്തായാലും നിൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, വേണമെങ്കിൽ വന്ന് ഭക്ഷണം കഴിച്ചേക്ക്, ഞാൻ നിനക്ക് വെച്ച് വിളമ്പിയൊന്നും തരാൻ പോകുന്നില്ല, എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണം, എനിക്കുണ്ടാക്കുമ്പോൾ നിനക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, എത്രയാണെങ്കിലും എൻ്റെ മകൻ്റെ കുഞ്ഞാണല്ലോ,
കുഞ്ഞാണല്ലോ നിൻ്റെ വയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന മാത്രമേ എനിക്ക് നിന്നോടിപ്പോൾ ഉള്ളൂ. മറ്റൊരു പരിഗണനയും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അതൊന്നുമല്ല അമ്മേ, കണ്ണനും മഹിയും അമ്മയെ വിളിച്ചിട്ടുണ്ടോ? കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ അതോ അസുഖം മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, എന്താടി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടാണോ നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ കയറിയിരിക്കുന്നത്? നിനക്കെന്താ ഒരു വെപ്രാളം മുതൽ രാവിലെ തൊട്ട് നീ എന്തോ ഒന്നിനെ ആഗ്രഹിക്കുന്നതും കാത്തു നിൽക്കുന്നതും പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എന്താടി എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദുർഗയാണെങ്കിൽ കരുണയോട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഞാനെന്തായാലും രാമായണം പോയി വായിക്കട്ടെ. നിൻ്റെ വാക്കുകളും കേട്ടും ഇവിടെ ഇരുന്ന വേറെ ഒരു പണി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാമായണം പോയി വായിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നീ എന്തായാലും ആലോചിച്ചത് അത് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് രാമായണം വായിക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ കമലേശ്വരത്ത് കണ്ണനും മഹിയും കാറിൽ കുഞ്ഞിനെയും കൊണ്ട് സുരക്ഷിതമായി എത്തുന്നത് കാണുന്നത്. ഇത് കണ്ട കരുണയാണെങ്കിൽ ഓടി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലേ? നീലാംബരിക്ക് ഒരു പ്രശ്നം ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ, എന്താടി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കരുണയോട് മഹിയാണെങ്കിൽ. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ദൈവം അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനോ ഞങ്ങൾക്കോ ഒരു കുഴപ്പമില്ല. കാരണം ദൈവം ഞങ്ങളുടെ കൂടെയാണ്. നല്ലവരുടെ കൂടെ എപ്പോഴും ദൈവം കൂടെ ഉണ്ടാവും. അതും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ എവിടെ? അമ്മയാണോ രാമായണം വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ദുർഗ അവിടെ എത്തുന്നുണ്ട്. അതേ മക്കളെ, ഞാനാണ് രാമായണം വായിച്ചത്. പിന്നെ എൻ്റെ പേരക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് എത്രയായി ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് കണ്ണ ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിനക്ക് തോന്നിയത്. എന്തായാലും പേരക്കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് നീലാംബരിയെ തലോടുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ. ഇത് കണ്ടിട്ട് മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതേപോലെ നമ്മുടെ കരുണയ്ക്ക് അത്ര പിടിക്കുന്നുമില്ല, ദഹിക്കുന്നുമില്ല. എന്നാൽ പിന്നെ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഓ കുഞ്ഞിനെ എടുക്കാനും താലോലിക്കാനൊക്കെ തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ വേറൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, അതിരാവിലെ തന്നെ നിൻ്റെ അനിയത്തി അമ്പലത്തിലും പിന്നെ പൂജാമുറിയിലൊക്കെ കയറിയിട്ടുണ്ട്. എന്തിനാണെന്ന് ആർക്കറിയാം. എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ പോവോ മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇന്ന് പോയില്ല അമ്മേ, നാളെ രാവിലെ പോവുള്ളൂ. ഇന്ന് തന്നെ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെടാപ്പെട്ട പാടൊന്നും പറയണ്ട. ലേയ്ക്കാണെങ്കിൽ ഇവളൊരു നിമിഷം മാറി നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോഴേക്കും ദുർഗ ചോദിക്കുന്നുണ്ട്, അങ്ങനെയായാൽ എങ്ങനെയാണ് മകനെ ശരിയാവുക? ലേക്ക് ഇപ്പോഴേ ഇവളെ വിട്ടു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആൾക്കതൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോട്ടോ താമസം മാറണം. അല്ലാതെ അത് വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കുമെന്നൊക്കെ ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഈ കുഞ്ഞ് ചാവാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണല്ലോ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എന്തെങ്കിലും ഇവിടെ വെച്ച് സംഭവിച്ചാൽ നിന്നെ ശരിയാക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അത് നിനക്ക് ഓർമ്മ വേണം. എന്തായാലും ഇപ്പം തന്നെ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ല്. ഇവിടെ നിന്ന് സമയം കളയേണ്ടതില്ല. നീ എന്തായാലും ഇവിടെ ഈ കുഞ്ഞുള്ളപ്പോൾ നിൽക്കണ്ട. എന്തായാലും ഇന്ന് പോയിട്ട് നാളെ രാവിലെയോ മറ്റന്നാളോ നീ വന്നു കഴിഞ്ഞാൽ മതി. കാരണം ഈ കുഞ്ഞ് പോയിട്ട് മാത്രമേ നിനക്കിനി ഈ വീട്ടിലോട്ട് വരാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതുകൊണ്ട് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വീണ്ടും ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ല്. അവിടെ തോമസ് സാറിൻ്റെ വൈദ്യശാലയിലാണല്ലോ അവൻ്റെ താമസം. അവിടെ തന്നെ ആക്കിക്കോ ഇനി 2 ദിവസം. അവന് സഹായവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ തന്നെ അങ്ങ് കൂടിയേക്ക്. നിൻ്റെ അച്ഛനും ഉണ്ടല്ലോ അവിടെ. പിന്നെന്ത് വേണം? നിനക്ക് സന്തോഷിക്കാമെന്നൊക്കെ കരുണയെപ്പറ്റി പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അതിനുശേഷം കരുണയാണെങ്കിൽ, ഞാൻ പോവുകയാണ്, അല്ലെങ്കിലും എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി വന്നേന്നൊക്കെ നമ്മുടെ കരുണ ദുർഗയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രതാപനും ഉണ്ണിയൊക്കെ ആണെങ്കിൽ കരുണയെ കാത്തു നിൽക്കുകയാണ്. എന്തായി എന്ന് ആ കുഞ്ഞ് മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുകയാണ്. എന്നാൽ കരുണയാണെങ്കിൽ സങ്കട വാർത്തയും കൊണ്ടാണ് തോമസ് സാറിൻ്റെ വൈദ്യശാലയിൽ എത്തുക എന്നുള്ള കാര്യം നമ്മുടെ പ്രതാപനും ഉണ്ണിയും മനസ്സിലാക്കാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ പകരം നമ്മുടെ കരുണയ്ക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് മറ്റൊരു എപ്പിസോഡ് കാണാം. നിങ്ങൾക്കൊരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.